നൈമിഷികമായ സന്തോഷത്തിനു വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി നൽകണോ എന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. കാതോലിക്ക ബാവയുടെ ഈ വാക്കുകൾക്ക് ഈ സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുമോ? കഴിഞ്ഞ 21-ാം തീയതി തൃശൂരിലെ മുണ്ടത്തിക്കോടുണ്ടായ വെടിമരുന്ന് സ്ഫോടനത്തിൽ 14 ജീവനുകൾ നഷ്ടമാവുകയും 40 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തത് കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. പക്ഷേ വെടിക്കെട്ടും വെടിമരുന്നും ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ നിരവധി ആളുകൾ കൈയും കാലും നഷ്ടപ്പെട്ടവരായി മാറുകയും ഇവ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ഇന്നലെ വെടിക്കെട്ട് ദുരന്തങ്ങളെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നൽകിയിരുന്നു. വെറും വർണ്ണവിസ്മയങ്ങൾ കാണുവാനുള്ള ലഹരിക്കായി കത്തിച്ചു തീർക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങൾ കത്തിത്തീരുമ്പോൾ ആ വെടിക്കെട്ടിന്റെ ശബ്ദപരിധിയിൽ തന്നെ 100 കുടുംബങ്ങളെങ്കിലും കാണും ടാപ്പ മറച്ച വീട്ടിൽ കിടക്കുന്നത്. 10 പേരെങ്കിലും കാണും ആ നേരത്തെ ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉറങ്ങുന്നവർ. വിശക്കുന്നതിന് ഭക്ഷണം നൽകണമെന്ന ദൈവിക ധർമ്മം പോലും പാലിക്കാതെയാണ് ദൈവത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പണം കത്തി നശിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനായ കാതോലിക്ക ബാവയുടെ സന്ദേശം ആശ്വാസകരമായിരിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെരുന്നാളുകളോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടുകൾ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളിൽ ആഘോഷങ്ങൾ ലളിതമാക്കണമെന്നും ഈ ആഘോഷങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഒരു വർഷത്തെ പെരുന്നാള്, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിൽ നിന്ന് കരുതി വയ്ക്കുന്ന തുക ഉപയോഗിച്ച് ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതിനെ പറ്റി ഓരോ ഇടവകകളും ആലോചിക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കുന്ന ആദ്യ 5 ദേവാലയങ്ങളുടെ സന്തോഷ നിമിഷത്തിൽ താനും പങ്കാളിയാകുമെന്നും ബാവ അറിയിച്ചു. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റു ചടങ്ങുകളിലും ഇനിയും സങ്കട കാഴ്ചകൾ ഉണ്ടാകാതിരിക്കുവാൻ നാം വിവേകമുള്ളവരാകണം. നൈമിഷികമായ സന്തോഷത്തിനു വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി നൽകണോ എന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. എല്ലാ മതങ്ങളും ഈ കാര്യത്തിൽ വിവേകപൂർണമായ തീരുമാനം കൈക്കൊള്ളണമെന്നും ബാബ നിർദ്ദേശിച്ചു. ദൈവം പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയ വിശുദ്ധിയിലാണ്. അതിര് കടന്ന ആഘോഷങ്ങളിൽ അല്ല, അവരനെ കരുതുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് എന്ന ബാബയുടെ വാക്കുകൾ ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൈമാറുന്നുണ്ട്. എവിടെയോ നടക്കുന്ന യുദ്ധങ്ങൾ നമ്മുടെ അടുക്കളയിലേക്ക് വരെ വ്യാപിച്ചത് മറക്കരുതെന്നും പണം അനാവശ്യമായി ചിലവാക്കുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ വിസ്മരിക്കരുതെന്നും ബാബ കൂട്ടിച്ചേർത്തു. ബഹുമാനിയ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയുടെ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയായി കരുതുവാൻ കഴിയില്ല. കേരളത്തിൽ 1000-ലധികം ദേവാലയങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് വരുന്നത്. വർഷങ്ങളായി പിന്തുടർന്നു പോരുന്ന ഒരു ആചാരം അപകടകരവും അനാവശ്യ ചെലവ് വരുത്തുന്നതുമാണെന്ന് തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ ഒരു മാറ്റത്തിനുള്ള നിർദ്ദേശം നൽകുവാനാണ് ബാബ ആർജവം കാട്ടിയിരിക്കുന്നത്. നൈമിഷികമായ സന്തോഷത്തിന് ജീവൻ കുരുതി കൊടുക്കുകയും അനാവശ്യ ചിലവ് വരുത്തി വയ്ക്കുകയും ചെയ്യുന്ന വെടിക്കെട്ട് പൂർണ്ണമായും ഓർത്തഡോക്സ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒഴിവാക്കുക മാത്രമല്ല, ആ പണം കൊണ്ട് അർഹരായവർക്ക് വീടുപണിത് നൽകുവാനുമുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയും മറ്റ് ക്രൈസ്തവ സഭകളും രോഗികളെ സഹായിക്കുന്നതിലും വീട് പണിത് നൽകുന്നതിലുമെല്ലാം വലിയ സംഭാവനകൾ നൽകി വരുന്നുണ്ട്. ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പോലെ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളും വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കുക. മുണ്ടത്തിക്കോട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഭാരവാഹികളും ഈ വർഷം വെടിക്കെട്ട് വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതും വലിയൊരു മാറ്റത്തിന്റെ ആരംഭമായി കാണാം. വെടിക്കെട്ട് ഇല്ലാതെയും പൂരം ഗംഭീരമാകുമെന്ന് ഈ വർഷം തെളിയും. തുടർന്നുള്ള വർഷങ്ങളിലും വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള പൂരം തൃശൂരിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുടർച്ചയായി വെടിക്കെട്ട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പാഠം ഉൾക്കൊണ്ട് ക്രൈസ്തവ സംഘടനകൾക്കൊപ്പം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരത്തിന് എടുത്ത തീരുമാനം പോലെ തന്നെ എല്ലാ ഹൈന്ദവ സംഘടനകളും സ്വീകരിച്ച് വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹവും പങ്കുവയ്ക്കുന്നു. അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി നൽകണോ എന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം.